CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തിരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ചോ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനകളെക്കുറിച്ചോ ഉള്ള രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് ഇപ്പോഴില്ലെന്നും FDC ചെയർമാൻ എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾക്കാണ് മുൻഗണന നൽകുകയെന്നും KA റസാഖ് മൗലവി മണ്ണാർക്കാട് പ്രസ് ക്ലബ്ബിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നെല്ലായി എഴുവന്തല പട്ടിശ്ശേരി കാട്ടുകുളം ആലിൻചുവട് ഭഗവതി ക്ഷേത്രത്തിൽ കവർച്ച. വ്യാഴാഴ്ച രാത്രിയാണ് ക്ഷേത്രത്തിലെ ഭണ്ഡാരങ്ങൾ തകർത്ത് പണം കവർന്നത്. ഭണ്ഡാരത്തിലുണ്ടായിരുന്ന തുക പൂർണ്ണമായും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആരോഗ്യ കായിക വകുപ്പുകളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വൈബ് ഫോർ വെൽനസ് ഹെൽത്തി ലൈഫ് ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനം നടന്നു. ADM ഇൻചാർജ് P. സുരേഷ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നെല്ലായി എഴുവന്തല പട്ടിശ്ശേരി കാട്ടുകുളം ആലിൻചുവട് ഭഗവതി ക്ഷേത്രത്തിൽ കവർച്ച. വ്യാഴാഴ്ച രാത്രിയാണ് ക്ഷേത്രത്തിലെ ഭണ്ഡാരങ്ങൾ തകർത്ത് പണം കവർന്നത്. ഭണ്ഡാരത്തിലുണ്ടായിരുന്ന തുക പൂർണ്ണമായും നഷ്ടപ്പെട്ടിട്ടുണ്ട്. വെള്ളിയാഴ്ച രാവിലെയാണ് ഭണ്ഡാരങ്ങൾ തകർത്ത നിലയിൽ ക്ഷേത്ര അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ക്ഷേത്രത്തിലെ 3 ഭണ്ഡാരത്തിന്റെയും പൂട്ടു തകർത്താണ് മോഷണം നടത്തിയിരിക്കുന്നത്. ഭണ്ഡാരത്തിലുണ്ടായിരുന്ന തുക പൂർണ്ണമായും നഷ്ടപ്പെട്ടിട്ടുണ്ട്. 7 മാസമായി ഭണ്ഡാരം തുറന്നിട്ട്. അതുകൊണ്ട് തന്നെ ഏകദേശം 7000-ഓളം രൂപ നഷ്ടപ്പെട്ടതായാണ് കണക്കാക്കുന്നത്. ചെറുപ്പുളശ്ശേരി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. സമീപത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചിട്ടുണ്ട്. CCN ചെറുപ്പുളശ്ശേരി. ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആരോഗ്യ കായിക വകുപ്പുകളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വൈബ് ഫോർ വെൽനസ് ഹെൽത്തി ലൈഫ് ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനം നടന്നു. ADM ഇൻചാർജ് P. സുരേഷ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ശരിയായ വ്യായാമം, ആഹാരം, ഉറക്കം, ലഹരിവർജനം, മാനസികോല്ലാസം എന്നിവയെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. Eat well, act, sleep, care well എന്നീ സന്ദേശങ്ങൾ മുൻനിർത്തി പുതുതലമുറയിലെ ആരോഗ്യ പ്രശ്നങ്ങൾ കുറയ്ക്കുന്നതിനാണ് ക്യാമ്പയിൻ ഊന്നൽ നൽകുന്നത്. ഇതിന്റെ ഭാഗമായി സർക്കാർ ജീവനക്കാർക്കുള്ള വാർഷിക ആരോഗ്യ പരിശോധന ഫോർമാറ്റ് ADM ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TK ജയന്തിക്ക് നൽകി പ്രകാശനം ചെയ്തു. DMO ഡോക്ടർ റോയ് ജോസഫ് വൈബ് ഫോർ വെൽനസ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഉദ്ഘാടന ചടങ്ങിന് അനുബന്ധമായി ഡെപ്യൂട്ടി DMO A. ഷിബുലാലിന്റെ നേതൃത്വത്തിൽ ജീവനക്കാർക്കായി സൂംബ പരിശീലനവും DMO ഡോക്ടർ ഹന്ന യാസ്മിന്റെ നേതൃത്വത്തിൽ ബലൂൺ പറത്തലും സംഘടിപ്പിച്ചു. And that's what I love about our program. We can do total body walking. All the muscles are involved. All the many directions. It's so strong. That's how you get fit. One more time. Okay, everybody's walking right here. Just pick up those feet now. Pick up feet. A little bit higher. 5 and 6. Okay, side steps again, guys. So step out. And again here, just allow the arms to follow. Lift. Lift, lift. There's a raise, 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 raise. Yeah. Just 2 more times. Here's 1. Here's 2. We walk. Always back to walking. Good. Okay. ആർദ്രം ജില്ലാ നോഡൽ ഓഫീസർ ഡോക്ടർ KK പ്രവീണയും സംഘവും ആരോഗ്യഗാനം ആലപിച്ചു. NHM ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ TN അനൂപ്, ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ KP സാദിഖ് അലി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. CCN മലപ്പുറം. മണ്ണാർക്കാട് മണ്ഡലത്തിൽ നിന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ UDF ജനപ്രതിനിധികളെയും മുസ്ലിം ലീഗ് മണ്ഡലം കമ്മിറ്റി ആദരിച്ചു. ചടങ്ങിന്റെ ഉദ്ഘാടനം N. ഷംസുദ്ദീൻ MLA നിർവഹിച്ചു. ഖാദർ കാട്ടുകുളം അലനല്ലൂർ മേഖല ഇന്ത്യയിലെ പ്രസിഡന്റ് കൂടിയാണ്. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൽ UDF നേടിയ തിളക്കമാർന്ന വിജയത്തെ MLA പ്രശംസിച്ചു. കേവലം 150 വോട്ടുകൾ കൂടി അധികം ലഭിച്ചിരുന്നുവെങ്കിൽ മലപ്പുറത്തെ മാതൃകയിൽ മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലും പ്രതിപക്ഷമില്ലാത്ത അവസ്ഥ ഉണ്ടാകുമായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അഞ്ചാണ്ട് കൂടുമ്പോൾ മാറി മാറി വന്നു. കഴിഞ്ഞ തവണ മാത്രമാണ് അതിനൊരു വ്യത്യാസം. ചരിത്രത്തിൽ എനിക്ക് ഓരോ അപവാദങ്ങളുണ്ടാവും. അപ്പൊ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സാധാരണ നമ്മൾ അങ്ങനെ വലിയ മേൽക്കൈ നേടാറില്ല. എന്നാൽ ഇന്ന് കേരളത്തിൽ 12 ലക്ഷം വോട്ടിന്റെ വ്യത്യാസവും
6% വോട്ടിന്റെ വ്യത്യാസം LDF-നേക്കാൾ UDF-ന് ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. പഞ്ചായത്തുകളുടെ ഭരണസാരഥ്യത്തിന്റെ കണക്ക് പരിശോധിച്ചാൽ 510ഓളം പഞ്ചായത്തുകൾ UDF ഭരിക്കുമ്പോൾ 340 പഞ്ചായത്തുകളാണ് LDF-നുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് നേരെ തിരിച്ചായി 350ഓളം പഞ്ചായത്ത് 300ഓളം പഞ്ചായത്ത് അപ്പുറത്തുമായിരുന്നു. അപ്പൊ നമ്മൾ അവരെ കീഴ്മേൽ പതിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാക്കാൻ സാധിച്ചു. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ സിംഹഭാഗവും മുനിസിപ്പാലിറ്റികളിൽ 80-ൽ 55ഉം UDF-ന്റെ പക്ഷത്താണ്. ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത മുസ്ലിം ലീഗ് നേതാവ് മരക്കാർ മാരായ മംഗലം ഇടതുപക്ഷത്തെ രൂക്ഷമായ ഭാഷയിൽ പരിഹസിച്ചു. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജില്ലയിൽ നിന്നും 7 UDF MLA-മാർ ഉണ്ടാകുമെന്നും മരക്കാർ പറഞ്ഞു. കേരളം ഉണ്ടായതിനു ശേഷം ഇന്ന് വരെ 528 പഞ്ചായത്താണ് ഇപ്പോൾ ഐക്യജനാധിപത്യ മുന്നണി പ്രസിഡന്റായി സ്ഥാനമേറ്റിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ സാങ്കേതികത്വം കൊണ്ട് ഒഴിവായ 10-16 പഞ്ചായത്തുകൾ വേറെയുമുണ്ട്. ഇപ്പൊ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയേറെ പഞ്ചായത്ത് ഐക്യജനാധിപത്യ മുന്നണി കൈയടക്കി ഭരിച്ച ഒരു കാലഘട്ടം മുൻപുണ്ടായിട്ടില്ല. അതിന്റെ ആവേശം, അതിന്റെ ആഹ്ലാദം എന്താണെന്ന് ചോദിച്ചാൽ ഈ തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞിരുന്നത് ശ്രീ പിണറായി വിജയന്റെ സർക്കാർ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അവസാനത്തെ സർക്കാരാണ് എന്നുള്ളത് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞിരുന്നു. അതിനുള്ള ഒരു സെമി ഫൈനലാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്നുള്ളത് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. മുസ്ലിം ലീഗ് മണ്ഡലം ഭാരവാഹികളും മറ്റു UDF നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. CCN മണ്ണാർക്കാട്. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ അരിയൂരിൽ കാർ നിയന്ത്രണം വിട്ട് പാടത്തേക്ക് മറിഞ്ഞ് അപകടം. വെള്ളിയാഴ്ച രാവിലെ 8:30 അരിയൂർ പാലത്തിന് സമീപമാണ് അപകടമുണ്ടായത്. മണ്ണാർക്കാട് പാറമേൽ വീട്ടിൽ നിയാസ്, ഷിഫാന, ഹഫ എന്നിവർക്കാണ് പരിക്കേറ്റത്. കോഴിക്കോട് പോയി തിരിച്ച് മണ്ണാർക്കാട്ടേക്ക് വരികയായിരുന്നു കുടുംബം. കാറിന് മുൻപിലേക്ക് പെട്ടെന്ന് ഒരു ലോറി വന്നപ്പോൾ വെട്ടിച്ചതാണ് കാർ നിയന്ത്രണം വിടാൻ കാരണമായത്. റോഡരികിലെ പാടത്തേക്ക് മറിഞ്ഞ കാറിലുണ്ടായിരുന്നവർക്ക് നിസാര പരിക്കുകളേറ്റു. പരിക്കേറ്റവരെ ഉടൻ തന്നെ വട്ടമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. CCN ചത്തല്ലൂർ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഒറ്റപ്പാലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണപുരം സബ് ട്രഷറിക്ക് മുൻപിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. സംസ്ഥാന കൗൺസിലർ KG ബാബു ഉദ്ഘാടനം ചെയ്തു. സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും പെൻഷൻകാരുടെയും കോടിക്കണക്കിന് രൂപ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ നമുക്കൊന്നും പറയാം. നമ്മൾ സമരം നടത്തുന്നുണ്ട്. നമ്മളല്ലാതെ ഒരു സംഘടന സമരം നടത്തുന്നില്ല. മെഡിസെപ് പ്രീമിയം വർദ്ധിപ്പിക്കാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെയാണ് സമരം. നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് U കുഞ്ഞായമു അധ്യക്ഷത വഹിച്ചു. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുരേഷ് തെങ്ങിൻതോട്ടം, ഗ്രാമപഞ്ചായത്ത് മെമ്പർ പാലംകുഴി മണികണ്ഠൻ, PCC നിർവാഹക സമിതി അംഗം K രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ധർണയ്ക്ക് മുന്നോടിയായി ശ്രീകൃഷ്ണപുരം ടൗണിൽ പ്രതിഷേധ പ്രകടനവും നടന്നു. CCN കടമ്പഴിപ്പുറം. ശ്രീകൃഷ്ണപുരം പെരുമാങ്ങോട് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ക്രിസ്മസ്, പുതുവത്സരം, തിരുവാതിര ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. കരിങ്കുളത്ത് വീട്ടിൽ വെച്ച് ചേർന്ന ആഘോഷ പരിപാടിയിൽ തിരുവാതിരയുടെ മഹാത്മ്യത്തെ സംബന്ധിച്ച ഐതിഹ്യങ്ങളെയും ചടങ്ങുകളെയും കുറിച്ച് അത്തിപ്പറ്റ രവീന്ദ്രൻ വിശദീകരിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി വനിതാവേദി തിരുവാതിര കളി അവതരിപ്പിച്ചു.
കൂടാതെ സൂചിയിൽ നൂൽകോർക്കൽ, സ്പൂൺ റേസ്, ന്യൂ ഇയർ ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കൽ തുടങ്ങിയ വിവിധ മത്സരങ്ങളും അരങ്ങേറി. അസോസിയേഷൻ പ്രസിഡന്റ് കെ രാമൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സെക്രട്ടറി പി ശശിധരൻ സ്വാഗതം പറഞ്ഞു. ടി വാസുദേവൻ, എം ചാമി, വനിതാവേദി കൺവീനർ പി കോമളവല്ലി, പി ഗോപാലകൃഷ്ണൻ, രമേഷ് കുമാർ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. CCN കടമ്പഴിപ്പുറം. പട്ടാമ്പി അണ്ടലാടി മനയിൽ വേട്ടേക്കരൻ പാട്ട് മഹോത്സവം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ നടന്നു. തായമ്പക, മേളം, അഷ്ടപതി, കേളി, കഥകളി തുടങ്ങിയ വൈവിധ്യമാർന്ന കലാപരിപാടികൾ ഉത്സവത്തിന് മാറ്റുകൂട്ടി. എരണ്ടപ്പുറത്തുകാട് മോഹനൻ നമ്പൂതിരി ഉത്സവത്തിന്റെ വെളിച്ചപ്പാടായി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഞാങ്ങാട്ടിരി ഉണ്ണികൃഷ്ണൻ കുറുപ്പിന്റെ നേതൃത്വത്തിൽ കളമെഴുത്തും നടന്നു. വാദ്യ അടിയന്തരത്തിന് മലമൽക്കാവ് മനോജ് മാരാരും വാദ്യ സംവിധാനത്തിന് തൃത്താല ശങ്കരകൃഷ്ണ പൊതുവാളും നേതൃത്വം നൽകി. ഉത്സവത്തിന്റെ ഭാഗമായി വരാഹമിഹിരൻ കഥകളി നടന്നു. ജനുവരി 1-ാം തീയതി ഇവിടെ ഒരു വേട്ടക്കരൻ പാട്ട് നടത്താറുണ്ട്. എല്ലാ കൊല്ലം എന്തെങ്കിലും കലാപരിപാടികൾ. ഇപ്രാവശ്യം ഒരു കഥകളിയാണ്, വരാഹമിഹിരൻ പറഞ്ഞ ഒരു കഥകളിയാണ് പ്രാവശ്യം. എല്ലാവരും അതിൽ പങ്കെടുക്കുക. അത് ഈ ജ്യോതിഷം ഉണ്ടാക്കിയ ഒരു ആളാണ്, അതിൻ്റെ ഗ്രന്ഥങ്ങൾ രചിച്ച ആളാണ് മിഹിരൻ. അയാൾക്ക് വരാഹപട്ടം കിട്ടിയ ഒരു അതാണ് ഈ കഥകളുടെ കഥ. CCN കടമ്പഴിപ്പുറം. ഭവനരഹിതരായ കുടുംബങ്ങൾക്ക് ജാതി മത രാഷ്ട്രീയ പരിഗണനകൾക്ക് അതീതമായി രാജ്യത്തുടനീളം നിർമ്മിച്ചു വരുന്ന പൈതൃകമകൾ സാഹോദര്യത്തിന്റെ പ്രതീകങ്ങളായി മാറുകയാണെന്ന് മുനവറലി ശിഹാബ് തങ്ങൾ. കോട്ടോപ്പാടത്ത് വീടുകളുടെ സമർപ്പണം നടന്നു. മുഹമ്മദ് റിയാസുദ്ദീൻ യുവപ്രവാസി സംരംഭകൻ KC മുഹമ്മദ് റിയാസുദ്ദീൻ രൂപം നൽകിയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കോട്ടോപ്പാടം പഞ്ചായത്തിലെ കച്ചേരിപ്പറമ്പിൽ 6 കുടുംബങ്ങൾക്കായി നിർമ്മിക്കുന്ന കാരുണ്യ ഭവനങ്ങളുടെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു തങ്ങൾ. CCN മണ്ണാർക്കാട്. തിരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ചോ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനകളെക്കുറിച്ചോ ഉള്ള രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് ഇപ്പോഴില്ലെന്നും KFDC ചെയർമാൻ എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾക്കാണ് മുൻഗണന നൽകുകയെന്നും K. റസാഖ് മൗലവി. മണ്ണാർക്കാട് പ്രസ് ക്ലബിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള വനം വികസന കോർപ്പറേഷൻ KFDC അതിൻ്റെ ചെയർമാനായി ഡിസംബർ മാസം 22-ാം തീയതി കോട്ടയത്തെ ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ച് ചുമതലയേറ്റു. സ്വാഭാവികമായും എൻ്റെ പൊതുപ്രവർത്തന രംഗത്ത് 4.5 പതിറ്റാണ്ട് പ്രവർത്തിക്കുമ്പോൾ മണ്ണാർക്കാട്ടെ പത്രപ്രവർത്തകരുടെ വലിയ ഒരു സഹായം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. നാളെയും ഉണ്ടാവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, പ്രതീക്ഷിക്കുന്നതും അങ്ങനെയാണ്. കഴിഞ്ഞ 4.5 പതിറ്റാണ്ടു കാലത്തെ തന്റെ പൊതുപ്രവർത്തനത്തിന് ലഭിച്ച അംഗീകാരമാണ് പുതിയ പദവിയെന്ന് റസാഖ് മൗലവി പറഞ്ഞു. KFDCയുടെ പ്രവർത്തനത്തിനും മുന്നോട്ടുള്ള പ്രയാണത്തിനും നിങ്ങളെപ്പോലെയുള്ള പത്രപ്രവർത്തകരുടെ ആത്മാർത്ഥമായ സഹകരണം അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹി എന്ന നിലയിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. നേരത്തെ KTDC ചെയർമാൻ സ്ഥാനവും ഇപ്പോൾ KFDC ചെയർമാൻ സ്ഥാനവും തേടിയെത്തിയത് മണ്ണാർക്കാടിന് കൂടിയുള്ള അംഗീകാരമാണ്. ഈ പദവി ലഭിച്ച ശേഷം സ്വന്തം നാട്ടിലെ മാധ്യമങ്ങളോടും ജനങ്ങളോടും വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ് ആദ്യ വാർത്താ സമ്മേളനം മണ്ണാർക്കാട് തന്നെ നിശ്ചയിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചുരുങ്ങിയ കാലമാണ് എന്ന നല്ല ബോധ്യം എനിക്കുണ്ട്. ആ ചുരുങ്ങിയ സമയത്ത് മാർച്ച് 31 വരെ നമ്മൾ നേരത്തെ തീരുമാനിച്ച കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുക ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ ലക്ഷ്യം. അതോടൊപ്പം തന്നെ വരും വർഷങ്ങളിൽ നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികളെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇന്നലെ KFDC ഹെഡ്ക്വാർട്ടേഴ്സിൽ പോയിരുന്നു. DMO ഒക്കെ സംസാരിച്ച് ഒരു ധാരണയാക്കിയിട്ടുണ്ട്. ഫെബ്രുവരി 1st വീക്കിൽ നമ്മൾ ബഡ്ജറ്റ് തയ്യാറാക്കി വരുന്ന വർഷം 2025-26 വർഷത്തേക്കുള്ള പദ്ധതികളെക്കുറിച്ച്
അറിയിക്കും. തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ ഡിവിഷൻ്റെ കീഴിലാണ് വെൽനെസ്സും അത് നമ്മൾ നടപ്പാക്കാൻ പോകുന്നത്. വികസന കോർപ്പറേഷന്റെ വരാനിരിക്കുന്ന പദ്ധതികളെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു. CCN മണ്ണാർക്കാട്. MP മുസ്തഫൽ ഫൈസി രചിച്ച നിർമ്മിതി ബുദ്ധി ഖുറാനിക വായന എന്ന പുതിയ ഗ്രന്ഥത്തിന്റെ പ്രകാശനം ജനുവരി 4 കോഴിക്കോട് മാതൃഭൂമി കേശവമേനോൻ ഓഡിറ്റോറിയത്തിൽ നടക്കും. രാവിലെ 10:30 നടക്കുന്ന ചടങ്ങിൽ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഗ്രന്ഥത്തിന്റെ പ്രകാശനം നിർവഹിക്കും. നിർമ്മിത ബുദ്ധി ഖുർആനിക വായന എന്ന പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം രചയിതാവ് MP മുസ്തഫൽ ഫൈസി. കേരള മുസ്ലിം ഭൗതിക മണ്ഡലത്തിലെ അനിഷേധ്യ സാന്നിധ്യമായ പണ്ഡിത പ്രതിഭ MP മുസ്തഫൽ ഫൈസി രചിച്ച നിർമ്മിത ബുദ്ധി ഖുർആനിക വായന എന്ന ഗ്രന്ഥത്തിന്റെ ഔദ്യോഗിക പ്രകാശന ചടങ്ങ് 2026 ജനുവരി 4 ഞായറാഴ്ച രാവിലെ 10:30 മാതൃഭൂമി കേശവമേനോൻ ഓഡിറ്റോറിയം കോഴിക്കോട് വെച്ച് നടക്കും. AI സാങ്കേതിക വിദ്യ മനുഷ്യന്റെ വിശ്വാസത്തിനും ധാർമ്മികതയ്ക്കും വെല്ലുവിളിയാണെന്ന വിമർശനങ്ങൾക്കുള്ള പ്രാമാണികവും ഭൗതികവുമായ മറുപടിയാണ് ഈ കൃതിയെന്ന് പ്രസാധകർ പറഞ്ഞു. പണ്ഡിതരും ഗവേഷകരും മതവിമർശകരും ഉന്നയിച്ച 100-ലേറെ ചോദ്യങ്ങൾക്കുള്ള ആധികാരിക ഉത്തരങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 12 വാള്യങ്ങളിലായി പുറത്തിറങ്ങിയ ഖുർആൻ വ്യാഖ്യാനമടക്കം 23 ഗ്രന്ഥങ്ങളിലൂടെ ശ്രദ്ധേയനാണ് രചയിതാവ് മുസ്തഫൽ ഫൈസി. വാർത്താ സമ്മേളനത്തിൽ UA നാസർ, അബൂബക്കർ മംഗലശ്ശേരി, C മുഹമ്മദ് അഷറഫ് എന്നിവർ സംബന്ധിച്ചു. CCN മലപ്പുറം. മലപ്പുറം ശാന്തപുരം അൽജാമിയ അൽ ഇസ്ലാമിയയുടെ 70ാം വാർഷിക പ്രഖ്യാപന സമ്മേളനം ജനുവരി 4 നടക്കും. ഇതിന്റെ ഭാഗമായി പുതിയ വിദ്യാഭ്യാസ പദ്ധതികളുടെ പ്രഖ്യാപനവും അന്താരാഷ്ട്ര അക്കാദമിക് കോൺഫറൻസും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജനുവരി 4 രാവിലെ 9 മണിക്ക് ക്യാമ്പസിൽ ആരംഭിക്കുന്ന അക്കാദമിക് കോൺഫറൻസിൽ മുസ്ലിം ന്യൂനപക്ഷം സാമ്പത്തിക നിക്ഷേപങ്ങളുടെ ഫിഖ് എന്ന വിഷയത്തെ ആസ്പദമാക്കി ഗൗരവകരമായ ചർച്ചകൾ നടക്കും. ഇ-കൊമേഴ്സ്, മൈക്രോ ഫിനാൻസ്, ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടുകൾ, ക്രിപ്റ്റോ കറൻസി തുടങ്ങിയ ആധുനിക സാമ്പത്തിക വിഷയങ്ങളിൽ രാജ്യത്തെ പ്രഗത്ഭ പണ്ഡിതർ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. ഡോക്ടർ സഫറുൽ ഇസ്ലാം ഖാൻ, ഡോക്ടർ യൂസഫ് ഹുസൈൻ അസ്ഹരി തുടങ്ങിയ പ്രമുഖർ കോൺഫറൻസിന് നേതൃത്വം നൽകും. വൈകുന്നേരം 7 മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ദേശീയ, അന്തർദേശീയ വ്യക്തിത്വങ്ങൾ സംബന്ധിക്കും. പഴയകാല വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് വിതരണം, ഫ്യൂച്ചർ പ്ലാൻ പ്രഖ്യാപനം, കലാവിഷ്കാരങ്ങൾ എന്നിവ ചടങ്ങിന് മാറ്റുകൂട്ടും. ഈ പ്രഖ്യാപന സമ്മേളനത്തോടനുബന്ധിച്ച് രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4:30 വരെ ഒരു അക്കാഡമിക് കോൺഫറൻസ്, പ്രത്യേകിച്ചും നിക്ഷേപങ്ങളുടെ ഫിഖ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇസ്ലാമിക വിഷയത്തിലുള്ള ഒരു സാമ്പത്തിക നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ടൊരു വിഷയം കൈകാര്യം ചെയ്യപ്പെടുന്നുണ്ട്. ഇ-കൊമേഴ്സ്, മൈക്രോ ഫിനാൻസ്, മ്യൂച്വൽ ഫണ്ടുകൾ, ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടുകൾ, ക്രിപ്റ്റോ കറൻസി തുടങ്ങിയ മേഖലകളിൽ, ഇൻഷുറൻസ് എന്നീ മേഖലകളിൽ ഊന്നി നിന്നുകൊണ്ടാണ് ഇതിലുള്ള കാര്യമായ ചർച്ചകളും പ്രബന്ധങ്ങളും അവതരിപ്പിക്കപ്പെടുന്നത്. വാർത്താ സമ്മേളനത്തിൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ നഹാസ് മാള, PRO അബ്ദുറഹ്മാൻ ഹസനാർ, അബൂബക്കർ സിദ്ദിഖ് എന്നിവർ പങ്കെടുത്തു. CCN മലപ്പുറം. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ വജ്ര ജൂബിലി സമ്മേളനത്തോടനുബന്ധിച്ചുള്ള സംസ്ഥാനതല കായികമേള ജനുവരി 3, 4 തീയതികളിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നടക്കും. ജനുവരി 4 സംസ്ഥാന കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ കായികമേള ഉദ്ഘാടനം ചെയ്യും. കായികമേളയുടെ 7ാം ഡിവിഷനായ ഇത്തവണ സംസ്ഥാനത്തെ വിവിധ വകുപ്പുകളിൽ നിന്നുള്ള 600-ലധികം ഗസറ്റഡ് ജീവനക്കാരാണ് മാറ്റുരയ്ക്കുന്നത്. ജനുവരി 4 സംസ്ഥാന കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ കായികമേള ഉദ്ഘാടനം ചെയ്യും. സമാപന സമ്മേളനം സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് U ഷറഫ് അലി ഉദ്ഘാടനം ചെയ്യും. ട്രാക്ക് ആൻഡ് ഫീൽഡ് ഇനങ്ങളിലും ഗെയിംസ് ഇനങ്ങളിലുമായി ആകെ 71 മത്സരങ്ങളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. 15 സംഘടനാ ജില്ലകളിൽ നിന്നും ഏരിയ ജില്ലാതല മത്സരങ്ങളിൽ വിജയിച്ചവരാണ് സംസ്ഥാന തലത്തിൽ പങ്കെടുക്കുന്നത്. ജനുവരി 3 ഫുട്ബോൾ, വോളിബോൾ, ക്രിക്കറ്റ്, ചെസ്, ഷട്ടിൽ ബാഡ്മിന്റൺ, കാരംസ്, ടേബിൾ ടെന്നീസ്, വടംവലി എന്നീ ഗെയിംസ് മത്സരങ്ങൾ നടക്കും. 4 വർണ്ണാഭമായ മാർച്ച് പാസ്റ്റിന് ശേഷം ട്രാക്ക് ആൻഡ് ഫീൽഡ് മത്സരങ്ങൾ ആരംഭിക്കും. 2016 സംഘടന കേരളത്തിലെ ഗസറ്റഡ് ജീവനക്കാർ 35,000-ഓളം വരുന്ന ഗസറ്റഡ് ജീവനക്കാരുണ്ട്. ഈ ജീവനക്കാരുടെ സർഗപരമായിട്ടുള്ള കഴിവുകൾ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി കലാകായിക മത്സരം സംഘടിപ്പിക്കണം എന്ന് തീരുമാനിച്ചു. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് P ഹൃഷികേഷ്, KGOA സംസ്ഥാന പ്രസിഡന്റ് PP സുധാകരൻ,
സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി സെയ്തലവി, എം ശ്രീഹരി, ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ പി സീമ, ജില്ലാ സെക്രട്ടറി എം വി വിനയൻ എന്നിവർ പങ്കെടുത്തു. CCN മലപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തിരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ചോ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനകളെക്കുറിച്ചോ ഉള്ള രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് ഇപ്പോഴില്ലെന്നും FDC ചെയർമാൻ എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾക്കാണ് മുൻഗണന നൽകുകയെന്നും KA റസാഖ് മൗലവി. മണ്ണാർക്കാട് പ്രസ് ക്ലബ്ബിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നെല്ലായി എഴുവന്തല പട്ടിശ്ശേരി കാട്ടുകുളം ആലിൻചുവട് ഭഗവതി ക്ഷേത്രത്തിൽ കവർച്ച. വ്യാഴാഴ്ച രാത്രിയാണ് ക്ഷേത്രത്തിലെ ഭണ്ഡാരങ്ങൾ തകർത്ത് പണം കവർന്നത്. ഭണ്ഡാരത്തിലുണ്ടായിരുന്ന തുക പൂർണ്ണമായും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആരോഗ്യ കായിക വകുപ്പുകളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വൈബ് ഫോർ വെൽനസ് ഹെൽത്തി ലൈഫ് ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനം നടന്നു. ADM ഇൻചാർജ് P സുരേഷ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക്. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.